ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ചന്ദ്രമതി വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 2 ലക്ഷം രൂപ ബാമയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പൈസ ബാമയുടെ വീട്ടിൽ വെച്ച് മോഷ്ടിക്കപ്പെടുന്നു. പൈസ മോഷ്ടിച്ചത് രേവതിയാണെന്ന് സ്ഥാപിക്കുന്ന ചന്ദ്രമതി ഭാമയോട് പറയുന്നു, ഈ പൈസ രേവതി തന്നെയാണ് മോഷ്ടിച്ചത്. പക്ഷേ എങ്ങനെയെങ്കിലും ആ പൈസ ആരാണ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം സത്യം കണ്ടുപിടിക്കണം. അതിനായി ചന്ദ്രമതി നേരെ ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അവിടെ വന്നതിന് ശേഷം ഭാമയെ ഫോൺ വിളിക്കുന്നു. ഭാമയോട് സംസാരിക്കുന്നു. രേവതിയാണ് പണം മോഷ്ടിച്ചതെന്നൊക്കെ ഭാമയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരുടെ മുമ്പിൽ വെച്ചും ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവളാണ് പണം മോഷ്ടിച്ചത്. ഇവൾ ചന്ദ്രയുടെ വീട്ടിൽ വന്ന് 2 ലക്ഷം രൂപ മോഷ്ടിച്ചെന്ന് സ്ഥാപിക്കുന്നു. അതറിയുന്ന സച്ചി ഇതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതി നേരെ ഭാമയുടെ വീട്ടിലോട്ട് പോകുന്നു. കാരണം ഒരു കാരണവശാലും ഭാമ രേവതിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയത്തില്ലെന്ന് സച്ചിക്കറിയാം. പക്ഷേ സംസാരം മൊത്തം ചന്ദ്രമതിയാണ് പറയുന്നത്. സത്യം അറിയാനായിട്ട് സച്ചി നേരെ ഭാമയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഭാമയുടെ നിന്ന് സംസാരിക്കുന്നു. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, ശരത്തിൻ്റെ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് വക്കീൽ ചന്ദ്രമതിക്ക് 2 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ആ പൈസ മേടിച്ചതിന് ശേഷമാണ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് പിൻവലിച്ചെന്നുള്ള കാര്യം ഭാമ സച്ചിയോട് പറയുന്നു. ഇതറിയുന്ന സച്ചി നേരെ വീട്ടിലോട്ട് വന്ന് രവിയോട് സത്യങ്ങളെല്ലാം പറയുകയാണ്. അവിടം വരെയാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീട്ടിലേക്ക് വരുന്ന സച്ചി രവീന്ദ്രനെ വിളിക്കുന്നു. അച്ഛാ, അമ്മേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ച് നിർത്തി എല്ലായിടത്തും പറയുന്നുണ്ട്, അച്ഛാ, ബാമേനയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ മോഷ്ടിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയും. ആരാടാ പണം മോഷ്ടിച്ചത്? പക്ഷേ ആൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ. നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വഞ്ചന ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. നീ ആരാണ് പണം മോഷ്ടിച്ചതെന്ന് പറ സച്ചി. ഞാൻ പറയാം അച്ഛാ, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് ശ്രീകാന്തും വർഷയും പറയും, ആരാ സച്ചി ഏട്ടാ ബാമേനയുടെ വീട്ടിൽ കയറി പൈസ മോഷ്ടിച്ചെന്ന് പറയും. എനിക്കത് പറയാൻ പോലും നാണക്കേടാന്ന് പറയും. സച്ചേട്ടൻ പേര് പറ. അത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യ രേവതി തന്നെയാണ് ആ പണം മോഷ്ടിച്ചതെന്ന് പറയും. ഉടനെ രേവതി അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. രേവതിയോ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതേ അച്ഛാ, എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങോട്ട് പറയും, കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം വന്നില്ല. ഞാനും ബാമയും കൂടി ബാമയുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇവൾ അവിടെ വന്നത്. ഇവിടുത്തെ ഞാനൊന്ന് പറഞ്ഞു പോയി ആ തുണി എടുത്തുകൊണ്ട് ചെന്ന് ആ റൂമിലൊന്ന് വെക്കാൻ. ആ സമയത്ത് ഇവൾ ആ പണം എടുത്തുകൊണ്ട് പോയെന്ന് കാര്യം ഇവൾ ആരാ, മോശക്കാരിയാണോ എന്ന് ചോദിക്കും. അമ്മ വെറുതെ അനാവശ്യം പറയരുത്. എന്തൊക്കെയാണ് സച്ചേട്ടൻ വിളിച്ച് പറയുന്നത്? സച്ചേട്ടന് അറിയത്തില്ലേ ഞാൻ മോഷ്ടിക്കത്തില്ലെന്ന്? ഞാൻ എന്തിനാണ് സച്ചേട്ടൻ 5 ലക്ഷം രൂപ മോഷ്ടിക്കുന്നത്? അപ്പോഴത്തേക്ക് സച്ചി ഒന്നും മിണ്ടത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവളെ വിശ്വസിക്കരുതെന്ന്. ഇവളെ കുടുംബക്കാരെ മൊത്തം കള്ളന്മാരാണ്. ഇവളുടെ ആങ്ങളെ ആദ്യം എൻ്റെ പൈസ കട്ടുകൊണ്ട് പോയി. ഇപ്പോൾ അതാ ഇവളും എൻ്റെ പൈസ കെട്ട്. എവിടെ എൻ്റെ 2 ലക്ഷം രൂപ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് രേവതിയുടെ നേർക്ക് തിരിയുകയാണ്. അമ്മ ഞാനത് ചെയ്തിട്ടില്ല അമ്മേ. ഉടനെ വർഷയും ശ്രീകാന്തും പറയും, സച്ചിയേട്ടൻ എന്തായി പറഞ്ഞത്? രേവതി ചേച്ചി പൈസ മോഷ്ടിച്ചെന്നോ? അതെ, രേവതി തന്നെയാണ് ബാമയുടെ വീട്ടിൽ നിന്ന് പൈസ എടുത്തതെന്ന് ബാമ ആൻറ്റി പറഞ്ഞതെന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതി പറയും, ഇല്ല സച്ചേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് രേവതി കിടന്നങ്ങ് പറയുവാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രനും പറയും, നീ എന്തൊക്കെയാണ് സച്ചി ഈ പറയുന്നത്? ആരെക്കുറിച്ച് ആരോടാ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് ഇത്രയും കാലം നീ നിൻ്റെ ഭാര്യയെ മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിക്കും. സച്ചി അപ്പോഴൊന്നും മിണ്ടത്തില്ല. അപ്പോഴത്തേക്ക് വർഷ പറയും, സച്ചിയേട്ടാ, ഒരിക്കലും ആരെടുത്തെന്ന് പറഞ്ഞാലും രേവതി ചേച്ചി എടുത്തെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. രേവതി ചേച്ചി ഒരിക്കലും ചെയ്യത്തില്ലെന്ന് തീർച്ചപ്പെടുത്തി തന്നെ പറയും. കണ്ടില്ലേടാ, ആ വർഷയ്ക്കും ശ്രീകാന്തിനും പോലും നിൻ്റെ ഭാര്യയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്ര പോലും നീ നിൻ്റെ ഭാര്യയെ മനസ്സിലാക്കിയിട്ടില്ലയോടാ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് രവി തീർത്ത് പറയും. രേവതി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. രേവതി മോൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് ആരുടെ പൈസ മോഷ്ടിക്കേണ്ട ഒരു കാര്യവുമില്ല. അന്ന് ചന്ദ്ര അവളോട് ഞാൻ കൊടുത്ത സ്വർണ്ണം വിട്ടാണ് കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞ ആ സമയത്ത് അവളുടെ സ്വർണ്ണമെല്ലാം അവൾ ഊരി കൊടുത്തതാണ്. നീ വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണം വിട്ട് മാത്രമേ അവൾ പുറത്ത് പോകത്തുള്ളൂ പറഞ്ഞ പെൺകുട്ടിയാണ് അവൾ. അത്ര ആത്മാഭിമാനമുള്ളൊരു പെൺകുട്ടിയാണ് അവൾ. ഒരിക്കലും ആരുടെ പണവും മോഷ്ടിക്കത്തില്ലെന്ന് പറയും. പിന്നെ ആത്മാഭിമാനം പറയാം, മോഷണത്തിന് അങ്ങനെയൊന്നും ഇല്ല രവിയേട്ടാ, ഇവൾ തന്നെ എൻ്റെ കാശ് മോഷ്ടിച്ചെന്ന് പിന്നെയും പറയും. ചന്ദ്ര, നീ എൻ്റെ അടുത്ത് മാറി നിൽക്കുന്നത് നിനക്ക് നല്ലത്. രവിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് രേവതിയെ ഇത്രയും കളിയാക്കുന്നതിന്. അച്ഛാ, എന്നോട് ക്ഷമിക്കുക അച്ഛാ, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനൊരു 2 ലക്ഷം രൂപ തരാം. തന്നു കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അമ്മ ബാമേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രേവതിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ആര്? അത് അമ്മ രേവതിക്കെതിരെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അച്ഛനൊന്ന് പറയണം ആ കംപ്ലയിൻറ്റ് പിൻവലിക്കാൻ. ഉടനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കും, ഞാനെപ്പോഴും ഇവൾക്കെതിരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്? അത് ബാമ പറഞ്ഞെന്ന് പറയുമ്പോൾ ബാമ എന്തൊക്കെയാണോ ഇവനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒന്നും അറിയാനും വയ്യല്ലോ എന്ന് പറയും. അമ്മേ പ്ലീസ് അമ്മ രേവതിക്കെതിരെയുള്ള പരാതി പിൻവലിക്കണം. പരാതിയൊക്കെ കൊടുത്താൽ എനിക്ക് നാണക്കേട്. എൻ്റെ ഭാര്യ മോഷണ കുറ്റത്തിന്
ജയിലിലായെന്നൊക്കെ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാൻ ഒരു 2 ലക്ഷം രൂപ തരാം, എങ്ങനെയെങ്കിലും കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പറയും. ഉടനെ ചന്ദ്രമതിക്കൊന്നും അത് മനസ്സിലാവത്തില്ല അങ്ങനെ പറയുമ്പോൾ. കാരണം ചന്ദ്രൻ അങ്ങനെ ഒന്നും ബാബയോട് പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് രവി പറയും, നീ എന്തൊക്കെയാടേ പറയുന്നത്? അതേ അച്ഛാ, അമ്മ രേവതിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ആ പരാതി ഒന്ന് പിൻവലിക്കാൻ അച്ഛൻ പറയണം, ഞാൻ അച്ഛന് 2 ലക്ഷം രൂപ തരാമെന്ന് പറയും. നീ എന്തേ പറയുന്നത്? രേവതിക്കെതിരെ ചന്ദ്രൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ? ആ കംപ്ലയിൻറ്റ് പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൈപ്പറ്റണോ? അത്ര തരം താഴ്ന്ന പരിപാടി ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അങ്ങ് ദേഷ്യം പിടിച്ചുകൊണ്ട് രവി അങ്ങ് പോകും. അച്ഛൻ ഒന്ന് നിൽക്കാൻ പറയും. അപ്പോഴേക്ക് അച്ഛൻ എന്താ പറഞ്ഞത്? ഇങ്ങനൊരു തരം താഴ്ന്ന പരിപാടി ഞാൻ ചെയ്യത്തില്ലെന്ന്. അതെ മതി, ഇത്രയും നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് സച്ചിൻ കൈയടിക്കുകയാണ്. ഉടനെ ആർക്കൊന്നും മനസ്സിലാവത്തില്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ചോദിക്കും, എന്താ സച്ചേട്ടാ ഇതൊക്കെ എന്ന് ശ്രീകാന്ത് ചോദിക്കും. അതേടാ, ഇനി ഞാൻ സത്യം പറയാൻ പോകുന്നതെന്ന് പറയും. അച്ഛൻ പറഞ്ഞില്ലയോ കംപ്ലയിൻറ്റ് പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ അച്ഛൻ കൈപ്പറ്റത്തില്ല, അച്ഛൻ ഇങ്ങനൊരു തരം താഴ്ന്ന പരിപാടി കാണിക്കത്തില്ലെന്ന്. പക്ഷേ അങ്ങനൊരു പരിപാടി ചെയ്ത ആൾ ഈ വീട്ടിലുണ്ടെന്ന് പറയും. 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പരാതി പിൻവലിച്ച ഒരാൾ. അതാരാ? അത് മറ്റാരുമല്ല, ദോ നിൽക്കുന്നതെന്ന് പറയും. എൻ്റെ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചന്ദ്രയുടെ മുഖത്തോട്ട് വിരൽ ചൂണ്ടുവാണ്. അപ്പോഴത്തേക്ക് രവിക്ക് അങ്ങ് ദേഷ്യം വരും. നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത്? അതേ അച്ഛാ, ശരത്തിനെതിരെയുള്ള പരാതി പിൻവലിക്കാനായിട്ട് ഞങ്ങൾ ഏർപ്പാട് ചെയ്ത വക്കീൽ അമ്മയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്തു. ആ 2 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടാണ് അമ്മ സ്റ്റേഷനിൽ പോയി ശരത്തിനെതിരെയുള്ള കംപ്ലയിൻറ്റ് പിൻവലിച്ചതെന്ന് പറയും. സത്യമാണോ ചന്ദ്രൻ എന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രൻ അനങ്ങത്തില്ല. നിന്നോടാ ചോദിച്ചത് സത്യമാണോ എന്ന്. ഉടനെ ചന്ദ്രമതി ആന്ന് പറയും. കണ്ടില്ല, ആ പൈസ ഒപ്പിക്കാനായിട്ട് ഞാനും രേവതിയും കൂടി അല്ലാനൊരു സ്ഥലം ബാക്കിയില്ല. എനിക്കറിയാം എൻ്റെ ഭാര്യ ഒരിക്കലും മോഷ്ടിക്കത്തില്ലെന്ന്. കാരണം അവൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവൾ നല്ല ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ്. പക്ഷേ ഈ സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു നാടകം ഇവിടെ കളിച്ചതെന്ന് പറയും. എന്നോട് ക്ഷമിക്ക് രേവതി എന്ന് പറഞ്ഞ് രേവതിയോട് ക്ഷമ പറയും സച്ചി. അതൊക്കെ രേവതി എന്നാൽ കരയുവാണ്. അപ്പോഴത്തേക്ക് പറയും, നീ പൈസ മേടിച്ചിട്ടാണോ ചന്ദ്രൻ പരാതി പിൻവലിച്ചതെന്ന് ചോദിക്കും. ആദ്യം പറയും. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രമതി അടിക്കാനായിട്ട് അങ്ങ് കൈപൊക്കുകയാണ്. ഉടനെ രേവതി വന്നിട്ട് അങ്ങ് തടയും. അത് പറയാം, വർഷം പറയും, ആൻറ്റിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് രേവതി ചേച്ചിയോട് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നു. അല്ലാതെ ഇങ്ങനെ ഒരു തരം താഴ്ന്ന പരിപാടി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതൊരു നാണം കേട്ട പരിപാടിയായി പോയില്ലോ എന്ന് പറയും. അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് വർഷയോടങ്ങ് നല്ല ദേഷ്യം വരും. എടാ ശ്രീകാന്ത്, നിൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയും. അവൾ എന്തും മര്യാദയുടെ അമ്മയോട് സംസാരിച്ചത്. വർഷ പറഞ്ഞാൽ ശരിയല്ലേ, അമ്മ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പരാതി പിൻവലിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ അമ്മ എന്തോ പറഞ്ഞത്? ഞാൻ രേവതി ചേച്ചിയുടെ വീട്ടുകാർ വന്ന് കാലിൽ പിടിച്ച് ക്ഷമ പറഞ്ഞതുകൊണ്ടാണ് പരാതി പിൻവലിച്ചതെന്നില്ലേ? അപ്പോഴും ഞങ്ങളുടെ തമ്മ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. ഉടനെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് പറയും, നീ കൂടുതൽ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ സച്ചി ഇങ്ങോട്ട് വന്നിട്ട് പറയും, അത് ശരിയാണ്, പണം മൂട്ടിക്കാനും ഒറ്റ കൊടുക്കാനും ഒക്കെ ഇവരെ രണ്ടുപേരെയും കഴിഞ്ഞ് ബാക്കി ആരും ഉള്ളെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിൻ്റെ പേരിൽ സംസാരിക്കാൻ തുടങ്ങും. ഉടനെ രവി ഇങ്ങോട്ട് പറയാം, മതി നിർത്താൻ പറയും. അച്ഛാ, ഈ അമ്മ രേവതിയോട് ചെയ്തതൊരു വലിയ തെറ്റാണ്. 2 ലക്ഷം രൂപ അമ്മ കൈപ്പറ്റിയതും പോരാ, അതിനുശേഷം ആ പൈസ രേവതി മോട്ടിച്ചെന്നും പറഞ്ഞു. അമ്മ ചെയ്ത തെറ്റിന് അമ്മ ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെ പറയും. ഉടനെ അച്ഛൻ പറയും, എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. അപ്പോഴത്തേക്ക് രവി പറയും, ഞാനല്ലല്ലോ അവളെ ശിക്ഷ വിധിക്കേണ്ടത്, നീയും നിൻ്റെ ഭാര്യയുമാണെന്ന് പറയും. നിൻ്റെ ഭാര്യയാണ് കള്ളി എന്ന് പറഞ്ഞ് ഇവൾ മോഷണക്കുറ്റം ആരോപിച്ചത്. എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കാൻ പറയും. ശരി, ഞാനൊരു കാര്യം പറയാം, ചെയ്ത തെറ്റിന് അമ്മ രേവതിയോട് മാപ്പ് പറയണം. അത് മാത്രം പോരാ, രേവതിയുടെ വീട്ടുകാരെയും കുറിച്ച് ഇനി അമ്മ മോശപ്പെട്ട ഒരു അക്ഷരം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചി ആരാണെന്ന് നിങ്ങൾ അറിയുമെന്ന് പറയും. ഉടനെ ഇങ്ങനെ ഭയങ്കര ദേഷിച്ചാണ് ചന്ദ്രമതിയെ നോക്കുന്നത്. ഉടനെ പറയും, രേവതി മോളോട് മാപ്പ് പറ ചന്ദ്രയെന്ന് പറയും. ഞാനിതിന് മാപ്പ് പറയണം? എൻ്റെ പണം അവളുടെ ആങ്ങളെ മോട്ടിച്ചുകൊണ്ട് പോയതിന് ഞാനിതിന് അവളോട് മാപ്പ് പറയാമെന്ന് പറയും. നീ ആ പണം കൈപ്പറ്റിയത് തന്നെ വലിയ തെറ്റാണ്. അതിനുശേഷം മോഷണക്കുറ്റം രേവതി മോളുടെ നേരെ നീ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ നീ ചെയ്ത് തെറ്റല്ലേ എന്ന് പറയും. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. എങ്കിൽ പിന്നെ എൻ്റെ പണം എവിടെ പോയി? 2 ലക്ഷം രൂപ മേടിച്ച പൈസ എവിടെ പോയെന്ന് പറയും. അപ്പോഴത്തെ പറയും, എൻ്റെ കാശ് എവിടെ പോയെന്ന് എനിക്കറിയാം, ഇവിടെ എടുത്തില്ലെങ്കിൽ പിന്നെ ആ കാശ് ആരെടുത്തെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി അനങ്ങാതെ ഇങ്ങനെ ഒരു അക്ഷരം വിട്ട് ആ ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രവി പറയും, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീ 2 ലക്ഷം രൂപ രേവതി മോൾ വക്കീലിൻ്റെ കയ്യിൽ നീ കൈപ്പറ്റി. നീ കാരണം അവർക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതാണ്. നീ സ്വർണം പണയം വെച്ചിട്ടോ സ്വർണം വിൽക്കോ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, 5 ലക്ഷം രൂപ നീ രേവതി മോൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയും. ഇത് കൊടുത്തതിന് ശേഷം ഇനി നീ എന്നോട് സംസാരിച്ചാൽ മതി, ഇതെൻ്റെ അവസാന തീരുമാനമെന്ന് പറഞ്ഞ് രവി ചന്ദ്രയുടെ നേർക്ക് സംസാരിക്കും. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ നാളത്തെ കഥ അവസാനിക്കുന്നത്. അതിനുശേഷം ചന്ദ്രമതി രേവതിയുടെ മാപ്പും പറയണം. 5 ലക്ഷം രൂപ അവർ വക്കീലിന് കൊടുത്ത പൈസ ചന്ദ്രമതിയായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴും ചന്ദ്രമതിയുടെ കയ്യിലുള്ള 2 ലക്ഷം രൂപ ആര്
മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുവാണ്. ഇനി ആ പൈസ ആര് മോഷ്ടിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.